പാഠങ്ങളും നമുക്ക് മനഃപ്പാഠം. എന്നാൽ ആധുനിക ഹവയെയും അവർക്ക് ലഭിച്ച പുതിയ ഫ്ലാറ്റിലെ ജീവിതവും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഞങ്ങൾ അവതരിപ്പിക്കുന്നു ആധുനിക ഹവ അല്ലെങ്കിൽ ന്യൂജൻ ഈവ്. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. ഹവായേ, വീട് മാറ്റത്തിന് വരാൻ പറ്റിയില്ല. പുതിയ വീട് കാണാൻ ഇറങ്ങിയതാ. എടി സൂസി, ഇത് കണ്ടോടി, എന്ത് രസമായി ഈ വീടിന്റെ പണി. വന്ന കാലം നിക്കാതെ അകത്തോട്ട് കേറി വാ, വീടൊക്കെ ഒന്ന് ശരിക്കും കാണണ്ടേ. വാ, ഇതാ ഞങ്ങളുടെ വീട്. അല്ല, ഈ ടൈലൊക്കെ എവിടെന്നാ എടുത്തേ? ഷോ, ഞങ്ങളുടെ അച്ചായന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞതാ ആ കളറ് വേണ്ടെന്ന്. എന്താ ഫലം? ഈ കളറ് സൂപ്പർ ആയിട്ടുണ്ട്. ഇവിടുത്തെ ബാത്റൂമിന്റെ പണിയൊക്കെ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. സോഫ കണ്ടോടി, എന്ത് രസമാ കാണാൻ. ഈ കർട്ടൻ കണ്ടോ, എന്നാ കളറാ. നിങ്ങൾ എന്നാ ഈ വീടൊക്കെ ഒന്ന് ശരിക്കും കാണ്. ഞാൻ പോയി 2 ചായ എടുത്തോണ്ട് വരട്ടെ. എല്ലാം നന്നായിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു കുറവുണ്ട്. എന്തായിരിക്കും അത്? ആ ശരിയാ, ഞാനും അത് ആലോചിക്കുന്നത്. എന്നാലും ഹൗവ ഭാഗ്യം ചെയ്തു. ആദമച്ചായ കിട്ടിയ തന്നെ ഭാഗ്യമാ, പക്ഷെ എന്തോ ഒരു കുറവുണ്ട് വീട്ടില്. ആ ശരിയാ, ഞാനും അത് ആലോചിക്കുന്നത്. എന്തോന്ന് കുറവ്? സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന പൈപ്പ്, മിനിങ്ങുന്ന ലൈറ്റ്, നല്ല സോഫ, നല്ല കർട്ടൻ, ഇവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നതാ. അല്ലടി, എന്തോ ഒരു കുറവുണ്ട്. ആ, പിന്നെ നീ വെറുതെ ഇരിക്കുമ്പോ സമയം കളയാൻ എന്തുവാ ചെയ്യുന്നേ? അത് ഞാൻ ബൈബിള് വായിക്കും, പിന്നെ പ്രാർത്ഥിക്കും. ഓ, പിന്നെ എപ്പോഴും ഇത് തന്നെ ചെയ്തോണ്ടിരുന്നാൽ ബോറടി. ബൈബിളൊക്കെ ഒന്ന് എടുത്തു വെച്ച് വായിച്ചാ പിന്നെ അത് വായിക്കാനേ തോന്നത്തുള്ളൂ. അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഒരു TV വേണമെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. നിന്റെ അച്ഛനൊന്നും പറഞ്ഞു നോക്ക്. ഇത്രയുമൊക്കെ വീട്ടിൽ ചെയ്തയാളല്ലേ, തരാതിരിക്കില്ല. അത് അത്ര ആവശ്യമാണോ? എന്റെ ഹവ്വേ, അതില്ലാത്ത ഒരു വീടില്ല. നമ്മൾ തന്നെ ഇരിക്കുമ്പോ എത്ര രസമായിട്ട് സമയം കളയാമെന്നറിയാം. എന്നാ ഒന്ന് ചോദിച്ചു നോക്കല്ലേ? നീ ഒന്ന് ചോദിച്ചു നോക്ക്. എന്നാ ഞങ്ങൾ പോട്ടെ. അയ്യോ, അച്ഛൻ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. വെയിൽ കൊണ്ട് ആകെ ക്ഷീണിച്ചു. നല്ല തക്കാളിപ്പഴം പോലെ ഇരുന്നതാ. ആകെ അങ്ങ് ക്ഷീണിച്ചു. കോലം കണ്ടോ? എന്നാ ഈ ഫാനിന്റെ അടുത്തോട്ട് ദേഹം ഒന്ന് തണുക്കട്ടെ. എന്നാ പറ്റി? കടത്തിൽ കുത്തിയ മോന്ത പോലെ ആയിരുന്നല്ലോ. നിനക്ക് എന്താ ഒരു മാറ്റം? എന്തോ കാര്യം സാധിക്കാനുണ്ട്. ഇവിടെ ആരെങ്കിലും വന്നായിരുന്നു? ഡൗൺലോഡ് ചെയ്ത് തരണ്ട. ഈ അച്ഛൻ ഇങ്ങനെ പറയത്തുള്ളു. ഞാൻ എന്ത് പറഞ്ഞാലും ഈ വർത്താനേ പറയത്തുള്ളു. എന്നോട് ഒരു സ്നേഹവും ഇല്ല. അച്ഛൻ അല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? ആ, പിന്നെ കുറച്ചു മുൻപ് അങ്ങേ ഫ്ലാറ്റിലെ ഗൗരി സൂസിയും വന്നായിരുന്നു. അവര് വന്നിട്ട് വീടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവരൊരു കുറവ് കണ്ടുപിടിച്ചു. ആ, അത് ശരി. എന്നിട്ട് കേൾക്കട്ടെ. ആ അച്ചായ, അവര് പറഞ്ഞു ഈ വീട്ടിലൊരു TV ഇല്ലെന്ന്. അച്ചായ, അത് നമുക്കൊരു കുറച്ചിലല്ലയോ? നമുക്ക് ഒരെണ്ണം മേടിക്കണ്ടേ? ആ, എനിക്കറിയായിരുന്നു എന്തെങ്കിലും കോടാലി ഒപ്പിച്ചിട്ടുണ്ടെന്ന്. ആ സാധനം ഇല്ലാത്തോണ്ട് ഇവിടെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഈ അച്ഛൻ ഇങ്ങനെ പറയത്തുള്ളു. ഞാൻ എന്ത് പറഞ്ഞാലും ഈ വർത്താനേ പറയത്തുള്ളു. എന്നോട് ഒരു സ്നേഹവും ഇല്ല. അല്ലേലും ഈ അച്ഛൻ ഇങ്ങനെ പറയത്തുള്ളു. എന്റെ ഹൗവേ, വെറുതെ കരയാതെ. ഞാൻ എന്തെങ്കിലും വഴി നോക്കാം. നമുക്ക് ദൈവത്തോടൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതെല്ലാം സാധിച്ചു തന്നതല്ലേ, തരാതിരിക്കത്തില്ല. ശരി ശരി, വേഗം വാ. ഇതെന്തോ ദൈവം തന്നെ നോക്കിക്കേ. നിനക്ക് അവിടെ എന്തോ ഇത്ര പണി? ആദ്യം എനിക്ക് ഇത്തിരി വെള്ളം കൊണ്ടുവാ. ഹായ് TV, എനിക്ക് സന്തോഷമായി. ഇനി ആ ഗൗരിയുടെയും സൂസിയുടെയും മുൻപിൽ ഒന്ന് ഞെളിഞ്ഞു നിൽക്കണം. എടി, എനിക്കിത്തിരി വെള്ളം താടി. മനുഷ്യൻ വെയിലത്ത് നിന്ന് കയറി വന്നതാ. എന്റെ മനുഷ്യ, വെള്ളമൊക്കെ പിന്നെ തരാം. ആദ്യം ഒന്ന് ഓണാക്ക്, ഞാനൊന്ന് കാണട്ടെ. ആ, നില്ല്. ഇത് കാണാൻ ദൈവം ചില കണ്ടീഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്.
കണ്ടീഷനോ? എന്തോന്ന് കണ്ടീഷൻ? ഈ ടിവിക്ക് 2 ബട്ടൺ ഉണ്ട്, പച്ചയും ചുവപ്പും. അതിൽ പച്ച ബട്ടൺ അമർത്തിയാൽ എല്ലാ പ്രോഗ്രാം നിനക്ക് കാണാം. പക്ഷേ ചുമപ്പ് ബട്ടൺ ഒരിക്കലും അമർത്തരുത്. അതിൽ ഉള്ളത് കാണുകയും അരുത്. അപ്പൊ ഏത് ബട്ടണാ ദൈവം അമർത്തരുതെന്ന് പറഞ്ഞത്? അത് പച്ച ബട്ടൺ, പച്ച ബട്ടൺ. അയ്യോ മണ്ടി, അതല്ലടി, ചുമപ്പ് ബട്ടനാ. ഓ ശരി ശരി, ഞാൻ അതൊക്കെ അനുസരിച്ചോളാം. ആദ്യം ഇതൊന്ന് ഓണാക്ക്, ഞാനൊന്ന് കാണട്ടെ. എത്ര നാളായി കാത്തിരുന്നു. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ചെറിയ പാസ്റ്റർ പ്രസംഗം എത്ര നാളായി. ഒന്ന് കൺവെൻഷനോ പോകാൻ പറ്റുന്നില്ല. എപ്പോഴെങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റിയല്ലോ. ദൈവമേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ടി വി ഒക്കെ വന്നല്ലോ. ഇതെന്താ ഈ കണ്ടോണ്ടിരിക്കുന്നേ? അയ്യോ, നല്ല പ്രോഗ്രാം വല്ലതും വെക്കാൻ വയ്യെന്നോ? ഈ പാട്ടും ആരാധനയും അല്ലാതെ കാണേണ്ട സൂപ്പർ പരിപാടികൾ വേറെ എന്തെല്ലാം ഉണ്ടെന്ന് അറിയാമോ? എന്റെ ഹൗവേ, നീ ആ ചുമന്ന മട്ടൊന്ന് ഞെക്കിയേ. അയ്യോ വേണ്ട ഗൗരി, വേണ്ടാത്ത പണിക്ക് നിക്കല്ലേ. ദൈവം ഇത് തന്നപ്പം പ്രത്യേകം പറഞ്ഞതാ, ചുമപ്പ് ബട്ടണിൽ തൊടരുത്, അതിലുള്ളത് കാണുകയും ചെയ്യരുതെന്ന്. ഓ പിന്നെ, ഞങ്ങൾ ഇതെന്തോരം കണ്ടതാ. ഒരു കുഴപ്പവുമില്ല. ദൈവം ഇതൊന്നും അറിയാൻ പോകുന്നില്ല. നീ ആ റിമോട്ടിങ് തന്നെ, ഞാൻ കാണിച്ചു തരാം. അയ്യോ വേണ്ട സൂസി, ചതിക്കരുത്. ദൈവം ഇത് തന്നപ്പോ പ്രത്യേകം പറഞ്ഞതാ, ഇതിൽ ചുവപ്പ് ബട്ടണിൽ ഞെക്കരുത്, അതിനുള്ളത് കാണുകയും ചെയ്യരുത്. അയ്യേ, ഇവൾക്കൊന്നും അറിയില്ല. ഇങ്ങോട്ട് നോക്ക് ഹൗവേ, ഇങ്ങോട്ട് നോക്ക്. ആയ്, എന്ത് നല്ല പ്രോഗ്രാമാ. ആ പെണ്ണുമുള്ള കൊടുത്തോണ്ട് വന്നേക്കുന്ന സാരി കണ്ടോ? എന്ത് രസമാ കാണാനായിട്ട്. ഇതൊന്നും ഞാൻ മുൻപ് കണ്ടിട്ടേ ഇല്ലായിരുന്നു. വേണ്ടടി, അവളുടെ മുഖം കണ്ടോ? ഇനി അവൾ അവിടെ ഇരുന്നോളൂ, നമുക്ക് പോയേക്കാം. അമ്മായിന്റെ ആള് കൊള്ളാലോ. ആ മരുമോൾ കിട്ടി ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കണം. കൊടുക്കണേ അങ്ങോട്ട്, മടിക്കങ്ങോട്ട്. ചെറുക്കന്റെ ഡാൻസ് കണ്ടോ? എന്ത് നല്ല രസമായിട്ടാ കളിക്കുന്നേ. ഇതെന്നാ ഇവിടെ ഒരു ബഹളം? എന്റെ ദൈവമേ, എടി ഹൗവേ, നീ ചതിച്ചോ? ഈ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ഒന്നും ഇല്ലേ? ദൈവം വരുമ്പോൾ എതിരേൽക്കേണ്ട വീടാ. ഹൗവേ, എടി ഹൗവേ. എന്റെ അച്ചായ, ഇതൊന്ന് നോക്കേ, എന്നിട്ട് കടന്ന് ചാട്. അയ്യോ നോക്കിയ അച്ചായ, ആ പെണ്ണുമ്പിള്ള കൊടുത്തോണ്ട് വന്നേക്കുന്ന സാരി കണ്ടോ? എന്നാ സൗന്ദര്യമാ. ആ പെങ്കൊച്ചിനെ കാണാൻ എന്തൊരു സ്റ്റൈല്. ഇതിനെയൊക്കെ കാണുമ്പോഴാണ് വീട്ടിലുള്ളതിനെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്. എന്തുവാ എന്തുവാ എന്തോ പറഞ്ഞേ? ഓ ഒന്നുമില്ലേ. അയ്യോ ദൈവം വരുന്നു. അയ്യോ ദൈവം വരുന്നു. നമുക്ക് ഒളിക്കാം അച്ചായ, അല്ലെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കും. ഞാൻ അപ്പളേ പറഞ്ഞില്ല ഇതൊന്നും വേണ്ടാന്ന്. ഞാനൊന്നും അല്ല അത് ചെയ്തത്. അത് അങ്ങേ ഫ്ലാറ്റിലെ ഗൗരിയും സൂസിയും പറഞ്ഞു. ഞാനത് ചെയ്തു പോയില്ലേ. ഞാൻ ഇതെല്ലാം ഒപ്പിച്ചത് ഇനി എവിടെ കൊണ്ട് ഒളിപ്പിക്കും? ഇത് ഇവിടെ വെക്കാം. അല്ലേ വേണ്ട, നമുക്ക് ഇവിടെ വെക്കാം. വേണ്ട വേണ്ട, അവിടെ കൊണ്ടുവെക്കാം. അല്ലേ അതങ്ങ് മൂടിയിടടി. ആദമേ നീ എവിടെ? ആദമേ നീ എവിടെ? ഞാൻ അമർത്തരുതെന്ന് പറഞ്ഞ ബട്ടൺ നീ അമർത്തിയോ? നീ എന്നോട് കൂടി ഇരിക്കാൻ തന്നെ ഈ സ്ത്രീ പറഞ്ഞു. ഞാൻ ചെയ്തു പോയി. എന്റെ മനുഷ്യ, അത് ഞാനല്ല. ദൈവമേ, അത് ഞാനല്ല ചെയ്തത്. അത് അങ്ങേ ഫ്ലാറ്റിലെ ഗൗരിയും സൂസിയും പറഞ്ഞു. ഞാൻ അത് ചെയ്തു. എന്റെ കൽപ്പനയെ നിങ്ങൾ ലംഘിച്ചതുകൊണ്ട് അതിന്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ആദമേ, നീ നിന്റെ ജീവകാലം മുഴുവൻ കരണ്ട് ബില്ലടിച്ച് കുത്തുവാളയെടുക്കും. ഹവ്വയെ, സീരിയൽ കണ്ട് കരഞ്ഞ് കരഞ്ഞ് നിന്റെ ജീവിതം അവസാനിച്ചു പോകും. അയ്യോ ദൈവമേ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. 1 യോഹന്നാൻ 2:16